സർക്കാരിനെതിരെ അതിരൂക്ഷ വിമർശനവുമായി സമസ്ത മുഖപത്രം സുപ്രഭാതം. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന് പക്വതയില്ല എന്നും സർക്കാരിന് വിവേകമില്ലെന്നുമാണ് വിമർശനം. ലീഗിന്റെ എതിർപ്പ് മറികടന്നും സംസ്ഥാന സർക്കാരുമായി നേരിട്ട് ബന്ധം പുലർത്തിയ സമസ്ത സർക്കാരുമായി പ്രത്യക്ഷ പോർമുഖം തുറക്കുകയാണ്. സമസ്ത എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും സ്കൂൾ സമയമാറ്റത്തിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകാത്തതാണ് സമസ്തയെ ചൊടിപ്പിച്ചത്. വിവരങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നു. അനഘ, കഴിഞ്ഞ ദിവസമാണ് സമസ്ത പ്രത്യക്ഷ സമരപരിപാടികൾ അത് തലസ്ഥാനത്തേക്കും വ്യാപിപ്പിക്കാനുള്ള തീരുമാനം എടുത്തത്. ഇപ്പോൾ പ്രത്യേകിച്ചും സുപ്രഭാതം പത്രത്തിൽ അവർ കടുപ്പിച്ച ഭാഷയിലാണ് സർക്കാരിനെ വിമർശിക്കുന്നത്. വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന് പക്വതയില്ല എന്ന് തുടങ്ങിയ വിമർശനങ്ങളും ഉയർന്നു വരുന്നുണ്ട്. കൂടുതൽ വിവരങ്ങൾ അനഘ. വിനോദ്, കൃത്യമായി തന്നെ മുസ്ലിം ലീഗിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ടും സംസ്ഥാന സർക്കാരുമായി നേരിട്ടൊരു ബന്ധം സമസ്ത ഈ കാലം അത്രയും വെച്ചു പുലർത്തിയിരുന്നു. കഴിഞ്ഞ 9 വർഷത്തിനിടയിൽ സമസ്ത ഇത്തരത്തിൽ പ്രത്യക്ഷമായി ഒരു സമരത്തിലേക്കൊന്നും കടന്നിട്ടുണ്ടായിരുന്നില്ല. അതൊക്കെ മറികടന്നുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരിനെതിരെ പ്രത്യക്ഷമായി തന്നെ പോർമുഖം തുറക്കുകയാണ് സമസ്ത. ഇന്നലെയൊക്കെ തന്നെ സമസ്തയിലെ തന്നെ EK വിഭാഗമായിരുന്നു ഇത്തരത്തിൽ സ്കൂൾ സമയമാറ്റ വിഷയവുമായി ബന്ധപ്പെട്ട് സർക്കാരിനെതിരെ സമരം നയിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് പ്രത്യക്ഷമായി രംഗത്ത് വന്നത്. എന്നാൽ ഇന്ന് സമസ്തയിലെ AP വിഭാഗം, അതായത് കാന്തപുരം വിഭാഗം കൂടി ഇത്തരത്തിൽ കടുത്ത എതിർപ്പ്, സർക്കാരിനെ രൂക്ഷ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് കടുത്ത എതിർപ്പുമായി സമസ്തയിലെ കാന്തപുരം വിഭാഗം കൂടി രംഗത്ത് വന്നിരുന്നു. ഇതൊക്കെയുള്ള സാഹചര്യത്തിലാണ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതത്തിൽ ഇന്ന് സർക്കാരിന്റെ ഓരോ കാര്യങ്ങളും എടുത്തു പറഞ്ഞുകൊണ്ട് സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. ഈ കീം വിഷയത്തിൽ ഉന്നത വിദ്യാഭ്യാസ ബിന്ദുവിന് പക്വതയില്ല, അതുപോലെ തന്നെ സർക്കാരിന് വിവേകമില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ എഡിറ്റോറിയൽ, ആ മുഖപ്രസംഗം തുടങ്ങുന്നത്. മാത്രമല്ല, ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിൽ സർക്കാർ ഇക്കാലം അത്രയും പറഞ്ഞിരുന്നത് കേരളം നമ്പർ 1 ആണെന്നാണ്. ആ പെരുമയ്ക്ക് വലിയ രീതിയിലുള്ള മങ്ങലേറ്റിട്ടുണ്ട്. അതുമാത്രമല്ല, ഈ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ ഈ ഇടപെടൽ കൊണ്ട് സംസ്ഥാനത്തെ കുട്ടികൾക്ക് വലിയ രീതിയിലുള്ള അവരുടെ ഭാവിയാണ് ആശങ്കയിലാക്കിയിരിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് സർക്കാരിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് മുഖപത്രത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. മാത്രമല്ല, അതിലേറ്റവും അവസാനം, ഈ മുഖപ്രസംഗത്തിന്റെ ഏറ്റവും അവസാനം, ഈ സ്കൂൾ സമയമാറ്റത്തിൽ സർക്കാരിന്റെ തിട്ടൂരം, ആ തിട്ടൂരത്തിന് സമസ്ത വഴങ്ങില്ല എന്നുകൂടി അടിവരയിട്ടുകൊണ്ട് ആ മുഖപ്രസംഗത്തിൽ പറയുന്നുണ്ട്. എന്തായാലും ഏറ്റവും ഒടുവിൽ ഈ സ്കൂൾ സമയ മാറ്റമാണ് ഈ സർക്കാരും സമസ്തയും തമ്മിലുള്ള ബന്ധത്തിന് ഒരു മങ്ങൽ ഏൽപ്പിച്ചിരിക്കുന്നത്. നമുക്ക് നേരത്തെയൊക്കെ തന്നെ സമസ്ത ഈ ലീഗിന്റെ എതിർപ്പ് മറികടന്നുകൊണ്ട് തങ്ങളുടെ ആവശ്യങ്ങൾ സർക്കാരുമായി നേരിട്ട് ബോധിപ്പിച്ചിരുന്നു. അങ്ങനെയാണ് ഈ ജെൻഡർ ന്യൂട്രൽ വിഷയത്തിൽ, യൂണിഫോം വിഷയത്തിലടക്കം സമസ്ത സർക്കാരുമായി നേരിട്ട് തങ്ങളുടെ കാര്യം പറയുകയും ആ എടുത്ത നിലപാട് സർക്കാർ പിൻവലിക്കുകയും ഒക്കെ തന്നെ ചെയ്തിരുന്നത്. അതുപോലെ തന്നെ സമസ്ത ഈ സ്കൂൾ സമയമാറ്റ വിഷയത്തിലും സർക്കാരിന്റെ ഒരു കരുതൽ അല്ലെങ്കിൽ ഒരു ഇടപെടൽ ഉണ്ടാകുമെന്ന് ഉറച്ചു വിശ്വസിച്ചിരുന്നു. ഈ സാദിഖ് അലി ശിഹാബ് തങ്ങളായിരുന്നു ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വലിയ പരാതി ഈ മുഖ്യമന്ത്രിക്ക് നേരിട്ട് നൽകുകയാണ് ഉണ്ടായത്. എന്നിട്ട് പോലും സമസ്തയുടെ ആവശ്യം സർക്കാർ പരിഗണിച്ചില്ല എന്നതിൽ വലിയ രീതിയിൽ സംസ്ഥയ്ക്ക് അതൃപ്തി ഉണ്ടായിരുന്നു. അങ്ങനെയാണ് സംസ്ഥ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കുന്നത്. ഇന്നലെ സംസ്ഥ EK വിഭാഗമായിരുന്നു ഇത്തരം സമര പ്രഖ്യാപനവുമായി രംഗത്ത് വന്നത്. ഇന്ന് സംസ്ഥ AP കാന്തപുരം വിഭാഗം കൂടി സർക്കാരിനെതിരെ രൂക്ഷ ഭാഷയിൽ വിമർശനം ഉന്നയിച്ചുകൊണ്ട് സമരത്തിലേക്ക് ഇറങ്ങുമെന്ന് പറയുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ സമസ്ത ഈ വിഷയത്തിൽ ഇപ്പോൾ മുസ്ലിം ലീഗ് കൂടി ഈ സമസ്തയ്ക്കൊപ്പം നിൽക്കുന്നുണ്ട്, അവരെ പിന്താങ്ങിക്കൊണ്ട് രംഗത്തേക്ക് വരുന്നുണ്ട്. ഈ വിഷയത്തിൽ ലീഗിന്റെ സഹായം തങ്ങൾക്ക് ആവശ്യമാണ് എന്നുകൂടി സമസ്ത പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ സമസ്തയ്ക്കൊപ്പം മുസ്ലിം ലീഗ് കൂടി ചേരുന്നത് കൊണ്ട് തന്നെ സർക്കാർ വലിയ സമ്മർദ്ദത്തിലേക്ക് കടക്കാനാണ് സാധ്യത. എന്തായാലും ഇനി വരുന്ന ദിവസങ്ങളിൽ സമസ്ത ഈ സ്കൂൾ സമയമാറ്റം അടക്കമുള്ള വിഷയങ്ങളിൽ പ്രത്യക്ഷ സമരത്തിലേക്ക് കടക്കും. സർക്കാരിനെതിരെ അതിരൂക്ഷ ഭാഷയിലായിരുന്നു ഇന്ന് സമസ്ത മുഖപ്രസംഗത്തിലെ വാക്കുകളും കാര്യങ്ങളും ഒക്കെ തന്നെ. ആ രീതിയിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി സമസ്ത കൂടി രംഗത്ത് എത്തുകയാണ്. വിനോദ്, വ്യക്തമാണ്. സർക്കാരിന്റെ സ്കൂൾ സമയമാറ്റത്തിനെതിരെ സമസ്ത ശക്തമായി രംഗത്ത് വരുന്നു. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവിന് പക്വതയില്ല തുടങ്ങിയ വിമർശനങ്ങൾ ഉന്നയിക്കുന്നു. സമസ്തയുടെ ഈ പ്രതിഷേധ പരിപാടികൾക്ക് മുസ്ലിം ലീഗിന്റെ പിന്തുണ കൂടി ലഭിക്കുകയാണ്. അതുകൊണ്ട് സർക്കാർ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ള റിപ്പോർട്ടാണ് കോഴിക്കോട് നിന്നും അനഘ ഹർഷൻ പങ്കുവെക്കുന്നത്.